എല്ലാവർക്കും ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ആരോഗ്യവീതിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? വിശേഷം അൽഹംദുലില്ലാ വളരെ സുഖാണ്. വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. പേരും സ്ഥലവും? പേര് ഞാന് KC മൊയ്തീൻകുട്ടി എന്ന് പറയും. ഇവിടെ രണ്ടത്താണി അതിരുമട ആണ് എന്റെ സ്വദേശം. ഞാന് തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി. 5 വർഷമായി അക്യുപഞ്ചർ തുടങ്ങിയിട്ട്. ഇപ്പോ ഷുഗർ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യേ, പിന്നെ അതിന് മരുന്ന് കഴിക്കണം എന്നൊക്കെ തീരുമാനിച്ച് ഒരുപാട് കാലം മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു ആ ഒരു അനുഭവം? അതായത് ഏകദേശം ഒരു 30 വർഷത്തോളമായിട്ടുണ്ടാവും എന്റെ ഷുഗർ എനിക്ക് പിടിപെട്ടിട്ട്. ഈ 30 വർഷത്തിലെ കുറെ കാലമായിട്ട് ഇംഗ്ലീഷ് മരുന്നും പിന്നെ ആയുർവേദിക് മരുന്നും പിന്നെ വ്യായാമവും ഭക്ഷണ നിയന്ത്രണമൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ ജീവിതം ഉണ്ടായിരുന്നത്. ഈ ഇൻസുലിൻ രാവിലെയും വൈകുന്നേരം എടുക്കാനുള്ള ഒരു കാരണം വന്ന് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ഈ ആക്സിഡന്റിനോടനുബന്ധിച്ചിട്ട് അതിന്റെ ഓപ്പറേഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇൻസുലിൻ നിർബന്ധമാണ് അറിയണോ. അപ്പൊ സർജൻ ഇത് ചെയ്തിട്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് തോന്നുന്നുണ്ട്. അവര് ഇൻസുലിൻ ഫസ്റ്റ് തുടങ്ങി ഇൻസുലിൻ. ആ ഇൻസുലിൻ പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരുപാട് കാലം, അതായത് ഒരു 3-4 വർഷത്തോളം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും എന്റെ ധാരണ. അപ്പൊ ഈ ഇൻസുലിൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വയം നമ്മൾ തന്നെ ശരീരത്തെ കുത്തിക്കാറ്റാണ്. വൈഫിന് കൈ മറിച്ചിട്ട് അവള് ചെയ്യുന്നില്ല, മരുമൊന്നും ചെയ്യില്ല, മക്കളാരും ചെയ്യും. പിന്നെ നമുക്കിത് ഡെയിലി ഹോസ്പിറ്റലിൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് പോരാ. അതിന് നമുക്കൊരു 10-100 റുപ്യ അതിനെ വെറുതെ മാറ്റിയാൽ പോകും. അങ്ങനെ ചെയ്യലായി. അങ്ങനെ ഭക്ഷണമുള്ള പ്രാർത്ഥനയായിരുന്നു നമുക്ക് ഏറ്റവും മറ്റൊന്നിനല്ല. എനിക്ക് ഈ ഇൻസുലിൻ ഒന്നും ഒഴിവാക്കി തന്നെ. ഈ ഇൻസുലിൻ കൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു യാത്ര, ഞാൻ പൊതുവെ യാത്ര ചെയ്യാനാണ്, ഒരൊറ്റ യാത്ര ചെയ്യാനാണ്. യാത്രക്ക് പോകുമ്പോ നമ്മൾ ഈ ഇൻസുലിന്റെ കിറ്റ് വരെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ഏതായാലും നമ്മുടെ അക്യുപഞ്ചറിന്റെ അവിടെ തുടങ്ങി. പുള്ളിക്കാരത്തി എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ധൈര്യത്തിൽ വരെ ഞങ്ങൾക്ക് ഇൻസുലിൻ ഒക്കെ ഒഴിവാക്കാം. പിന്നെ ഇത് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ആ ആള് പറയുന്ന സ്ഥിതിയിലേക്ക് നീങ്ങാനാണ് ഞാൻ. വയനാടിലെ ഒരു പ്രസാദ് ഡോക്ടർ ലഡു നിന്നുകൊണ്ട് പ്രമേയം നിയന്ത്രിക്കാന്നുണ്ട്. അതിന് കുറെ കാലം പോയാളെ അതിനൊന്നും കുറഞ്ഞില്ല. പിന്നെ ഇതിലേക്കാണ് കേറിയതിന്റെ ശേഷം പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. ഒരുപാട് ആളുകള് അവര് മരുന്ന് കഴിക്കുന്നതും ഇൻസുലിൻ എടുക്കുന്നതൊക്കെ ഒരു ഗതികേട് കൊണ്ടാന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം എല്ലാവരും ഈ അന്വേഷണത്തിലാണ്, എങ്ങനെ മരുന്നില്ലാതെ ഇൻസുലിൻ ഇല്ലാതെ ജീവിക്കാന്നുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ്. അങ്ങനെ അക്യുപഞ്ചർ ചികിത്സയ്ക്ക് വരികയും അതിൽ നിന്ന് മരുന്ന് നിർത്തി ജീവിക്കുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ഇത്തരം അനുഭവങ്ങൾ പങ്കുവെക്കാറുള്ളത്. പിന്നെ ഇതിന് ഒന്നാം വേണ്ട നമുക്ക് ദൈവമാണ്, ദൈവവിശ്വാസവും ധൈര്യമാണ് നമുക്ക്. മരിച്ചാൽ മരിക്കട്ടെ എന്നുള്ളൊരു മരണമല്ലുണ്ടാവുള്ളൂ. കൈയും കാലും പോയി. ഇപ്പൊ ഈ ഗുളികയും ഇൻസുലിൻ എടുക്കുന്നവർക്കാണ് കാലും മുറിക്കലും കണ്ടുപോകണം, മാറ്റു പോകണം, പിന്നെ കിഡ്നി പോകുന്നൊക്കെ സാധാരണ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ നല്ല പഠിച്ച ആളാണ് അതിനെ പറ്റി. പലപ്പോഴും ഈ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പൊ കാല് പഴുത്ത് കാല് മുറിച്ച് കളയുന്ന കേസാണെങ്കിൽ അതൊക്കെ ഇൻസുലിൻ എടുക്കുന്നവരാണ്. അതെ, ഇപ്പൊ കണ്ണിന് കാഴ്ച പോയി തിമിരം വന്ന് അങ്ങനെ അതിന് സർജറി ആണെങ്കിലും ഇതിനൊക്കെ പറയാ ആക്സിഡന്റ് വന്ന് രക്തം പോകുന്ന കേസിലാണെങ്കിലും ഷുഗർ പേഷ്യന്റ് ആണെന്നേ പറയുള്ളൂ. അതിന്റെ മരുന്നുകൊണ്ടാണ് ഈ പ്രയാസം ഉണ്ടാകുന്നത് പറയാറില്ല. അപ്പൊ ഈ ഷുഗർ എന്തോ വലിയ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ നോക്കി. അതൊരു ഷുഗർ രോഗിനെ പിന്നെ സമൂഹവും വീട്ടുകാരും കുടുംബങ്ങളും കാണുന്നത് ഒരു പ്രത്യേക രോഗിയായിട്ടാണ്. കാരണം അയാൾക്ക് പിന്നെ പ്രോട്ടീനുള്ള ഭക്ഷണമില്ല, കൊഴുപ്പുള്ള ഭക്ഷണമില്ല, മധുരമുള്ള ചായ ഇല്ല, മധുരമുള്ള ഒരു സാധനമില്ല, ബേക്കറി ബിസ്ക്കറ്റുകളില്ല, ഐസ്ക്രീമില്ല, ഒന്നുമില്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇയാളെ പിന്നെ അത്ഭുത വസ്തു ആക്കിയിട്ട് ഇവര് മധുരമില്ലാത്ത ഒരു ഗ്ലാസ് ചായയും കൊടുക്കും, ഒരു ദോശയുടെ പകുതി കൊടുക്കും. അതൊക്കെയാണ് ഈ ഡയറ്റിൽ വരുന്നത്. 1 സ്പൂണ് ചോറ്, 1/2 സ്പൂണ് കറി, പിന്നെ പാട നീക്കിയ പാല്, പിന്നെ കോഴിമുട്ട മഞ്ഞക്കറി നീക്കിയ കോഴിമുട്ട, അത് പകുതി. ഇതൊക്കെ കഴിച്ചൊരു മനുഷ്യനെ എത്ര കാലം ജീവിക്കാൻ മനുഷ്യനല്ലേ? അതെ, ഒരു പകുതി അവിടെ തന്നെ നമ്മള് മരിച്ചു പോവുകയാണ്. കാരണം പിന്നെ അവനൊരു ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനിൽ കയറി കഴിഞ്ഞാൽ എന്നും ബുഫേ സിസ്റ്റം ആണ്. ഈ ബുഫേ സിസ്റ്റത്തിലൊന്നും ഷുഗർ രോഗിക്ക് പ്രത്യേക ഭക്ഷണമൊന്നുമില്ല. അപ്പൊ ഇത് അവൻ കഴിക്കും. ഇപ്പൊ ഈ ഗുളിക കഴിക്കണോനും പിന്നെ ഇൻസുലിൻ എടുക്കുന്നവനൊക്കെ അത് എഫക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനല്ല, നല്ല ഭക്ഷണം കഴിക്കും. ഇപ്പൊ എല്ലാ ഫംഗ്ഷനും ഞാൻ അവിടെ കൊടുക്കും. കാരണം കുറച്ച് ഇവിടെ പൊതുപ്രവർത്തന ദാശയായിട്ടൊക്കെ ഇറങ്ങുന്ന ആളാ. നല്ല ഭക്ഷണം കഴിക്കും എവിടെ പോലും. പക്ഷെ ഈ
ഷുഗർ കുറച്ച് കുറക്കും, ഷുഗർ ഭക്ഷണം. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ആഴ്ച അവിടെ നല്ലൊരു പരിപാടിയാണ്. അവിടെ കുറച്ചു പേരൊക്കെ കഴിച്ചിരിക്കണേ, ഐസ്ക്രീം കഴിച്ചിരിക്കണേ, പായസം കഴിച്ചിട്ടുണ്ട്, പിന്നെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ കഴിച്ചു. പക്ഷെ എല്ലാരും ചെയ്യുന്ന മാതിരി വയറ് അടച്ച് കഴിക്കൂല. സ്വല്പം മനുഷ്യനല്ലേ, സ്വല്പം കഴിക്കും. ലഡു കുട്ടിയാൽ ഒരു ലഡു ഒക്കെ ഞാൻ എപ്പോഴും നിന്നു. ഇപ്പൊ ഇൻസുലിൻ എടുക്കുന്നവര്, ഷുഗറിന് മരുന്ന് കഴിക്കുന്നവര്, ഇവരൊക്കെ പൊതുവെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാച്ചുറൽ ആയിട്ടുള്ള ഈ ചക്ക, മാങ്ങ പോലും കഴിക്കാൻ പേടിയാണ്. മാങ്ങ കഴിക്കരുതെന്ന് പറയവര്. പഴുത്ത ചക്ക കഴിക്കാൻ പാടില്ല, പച്ച ചക്ക പുഴുങ്ങി കഴിക്കാനാ പാടില്ല. ശരിക്കും മനുഷ്യന് ഒരു സീസൺ ഫുഡുകള്, നാച്ചുറൽ ഫുഡുകൾ വേണം. നാച്ചുറൽ ഫുഡിലാണ് മനുഷ്യന്റെ ജീവൻ നിലനിർത്താനുള്ള പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അതിനായിട്ട് പഠിച്ചു ഇറക്കി തന്നാണേ. നമ്മൾ കൂടെ എന്ത് കിട്ടുന്നു അത് കഴിക്കാന്നുള്ളതാണ്. അത് കഴിക്കുന്ന ആദിവാസി സമൂഹത്തിലേക്ക് നമ്മൾ ചെന്നാൽ മതി. വയനാടൊക്കെ ഒരുപാട് ആദിവാസി സമൂഹമുണ്ട്. ഇവർക്കൊന്നും ഈ ഷുഗറിന്റെ പ്രശ്നമില്ല, മദ്രാസിലില്ല, പിന്നെ ഒരു സ്ഥലത്തും ഇല്ല. കേരളത്തിൽ മാത്രമാണ് ഈ ഷുഗർ പേഷ്യന്റ് എന്നാണ് വൻ രൂപത്തുള്ളത്. ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ളത്. ഏതായാലും ഇപ്പൊ കൂടിപ്പോയാലും ഒരു 100-200 വർഷമല്ലേ ആയിട്ടുള്ളൂ. അതിന്റെ ഇപ്പൊ എത്രങ്ങാനും 1000, 10,000 വർഷം ആളുകൾ ജീവിച്ചു പോയില്ലേ? ഇവരൊക്കെ എങ്ങനെ ജീവിച്ചു? എന്റെ ഒരു ഫാദറിന്റെ കാരണമുണ്ട്, മുഹമ്മദ് ഹാജി. ഇപ്പൊ 100 വയസ്സ് കഴിഞ്ഞ ഇപ്പം ജീവിച്ചിരിക്കണേ. ആക്രമണം നടക്കുകയാണെങ്കിലും ഷുഗറോ ബിപിയോ ഒന്നുമില്ല, നാടൻ ഫുഡാണ്. തൃശ്ശൂര് നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വരുന്നത് 100 വയസ്സ് കഴിഞ്ഞ ഒരു മരുന്നില്ല, ഓർമ്മശക്തി എല്ലാം ഉണ്ട്. അതിന്റെ പുത്തപ്പൊക്കെ തന്നെ ഓർമ്മശക്തി ഉണ്ട്, കാഴ്ചശക്തി ഉണ്ട്, എല്ലാം ഉണ്ട്, വർത്താനം പറഞ്ഞ എല്ലാം ഉണ്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് വേറെ മുത്താപ്പ 103-ാമത്തെ വയസ്സിലായി മരിച്ചത്. നല്ല മരുന്ന് കഴിച്ചിരുന്നു. ഫുഡിനേക്കാൾ കൂടുതൽ മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. 10ഉം 20ഉം. അതായത് 5-8 തരം ഗുളികളുണ്ടോ വാങ്ങി. കാരണം ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ അവന്റെ കിഡ്നിക്ക് താറാനുണ്ടാവും, ബീഫ് ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, പിന്നെ അവന് ഇപ്പൊ പുതിയ ക്രിയാറ്റിൻ പ്രശ്നം അങ്ങനെ ഉണ്ടാവും. ഓരോ രോഗിയായിട്ടാണ് ഇന്നിപ്പോ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ നോക്കി ബംഗാളികൾ നോക്കി, ആസാം, ബംഗാൾ, ആന്ധ്രാപ്രദേശ്, എല്ലാ രാജ്യക്കാരും ഏതെങ്കിലും ഒരു മനുഷ്യനെ രോഗിയായിട്ടില്ലല്ലോ, കണ്ണട വെക്കുന്നവരില്ലല്ലോ. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസം മരുന്നുകളാണ് ഉണ്ടാക്കുന്നത്. ഭക്ഷണം എന്തായാലും ശരി, അത് ഡൈജസ്റ്റ് ചെയ്ത് വേസ്റ്റ് എന്താണത് റിമൂവ് ചെയ്യും. പക്ഷെ മരുന്ന് ആ പ്രവർത്തനത്തിനെ പോലും സ്റ്റോപ്പ് ചെയ്ത് വെക്കല്ലേ, അതാണ് സംഭവിക്കുന്നത്. നമ്മള് പ്രമേഹത്തിനെ പറ്റി മനുഷ്യന്മാരിൽ ഒരുപാട് പഠിക്കാനുണ്ട്. പ്രമേഹം ഇന്ന് ഒരു 200-ൽ 150-160 പോകുമ്പോഴത്തേന് പ്രമേഹ രോഗിയാണെന്ന് ഡോക്ടർ അപ്പൊ എഴുതി കൊടുത്ത്. അപ്പൊ അയാൾ ഒരു 3 തരം മരുന്ന് എഴുതി കൊടുത്ത്, നിങ്ങൾക്ക് ആ പ്രശ്നമാവും, ഈ പ്രശ്നം, കാല് മുറുക്കേണ്ടവരും കൈ മുറുക്കേണ്ടവരും ഇപ്പൊ തന്നെ നിങ്ങൾ നിയന്ത്രിച്ച. അത് നിയന്ത്രണമല്ല, ഇൻസുലിനും ഗുളികൊന്നും നിയന്ത്രണമല്ല. ഒരു ഷുഗർ ഉള്ള ആള് രോഗിയാണെങ്കിൽ തന്നെ അതിനുള്ള ദി ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, ഇപ്പൊ കാല് പഴുപ്പ് വന്നു, ഇപ്പൊ പഴുപ്പ് മാറ്റി കാലിന് യാതൊരു ദോഷം ചെയ്യാതിരിക്കാൻ ചെയ്യലല്ലേ ചികിത്സ. ഇപ്പോ പല്ലിന് തന്നെ ഒരു പഴുപ്പ് വന്നു, പല്ല് എടുത്തു കളയലാണ്, ആ പഴുപ്പ് മാറ്റലല്ലേ ശരിക്കും. പലപ്പോഴും ഈ പഴുപ്പുകളൊക്കെ നിലനിർത്തുകയും മാത്രമല്ല കാല് മുറിച്ച് കളയുകയും പല്ല് എടുത്തു കളയുകയും കണ്ണ് സർജറി ചെയ്യുകയും ഈ രൂപത്തിലാണ് പിന്നെ ഇത്രകാലം മരുന്ന് കഴിച്ചിട്ട് പോലും ആളുകൾ എത്തിച്ചേരുന്നത്. എന്നാൽ ഇതിലൊരു സുഖപ്പെടുന്ന സമാധാനമായിട്ട് മരുന്നൊക്കെ നിർത്തി, ഓക്കെ രോഗമുള്ളപ്പോ മരുന്ന് കഴിക്കുക, രോഗം മാറി മരുന്ന് നിർത്തി ജീവിക്കാൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ. ആ മരണം വരെ കഴിക്കുകയല്ലേ ചെയ്യുന്നത്. മരണം വരെ അവന് ഏറ്റവും അവസാനം ICU കയറ്റിയിട്ട് ബ്ലഡ് കൂടി മൂക്കിൽ കൂടി വായിൽ കൂടി ഒക്കെ പൈപ്പ് കയറ്റുന്നത് വരെ ഈ മരുന്ന് തന്നെയാണ് അവന്റെ ജീവിതം. ഈ മരുന്നൊക്കെ എഫക്ട് ചെയ്യാതിരിക്കുകയാണ് കുറെ കാലം കഴിഞ്ഞാല്. സമാധാനം ഇല്ലാത്തൊരു ജീവിതം, സമാധാനമില്ലാത്ത മരണോ. അതാണ് രോഗിയായി കഴിഞ്ഞാല് ഏകദേശം നമുക്ക് ആളെ കണ്ടു കഴിഞ്ഞാല് ഇവനിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാര്യമെല്ലാം മനസ്സിലായി വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ, മക്കൾ കൊണ്ടുപോയി തള്ളുകയാണ് ICUലേക്ക്. ഈ ICU കിടന്നിട്ട് മനുഷ്യൻ നരകിച്ച് മരിക്കുകയാണ്. 1-2 ഏറി 1 അല്ലെങ്കിൽ 2 ദിവസം. പലപ്പോഴും ഈ ICUലൊക്കെ ചെറിയൊരു ഇതുണ്ടാവും, അതെ ആളുകള് ഇത് നോക്കുമ്പോ കാണാ രോഗി ഇങ്ങനെ കയ്യും കാലൊക്കെ കെട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ അസുഖത്തിന്റെ മൂർച്ഛിച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുക. യഥാർത്ഥത്തിൽ ആ ട്രീറ്റ്മെന്റ് കൊണ്ടുള്ള പ്രയാസങ്ങൾ, ട്യൂബ് ഇട്ടിട്ടുള്ള പ്രയാസം കൊണ്ടായിരിക്കും. ആ രോഗിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണത്തിന് ആവശ്യമില്ല രോഗിക്ക്. പിന്നെ ഈ രോഗിനെ ഭക്ഷണം കുത്തി കയറ്റാണ് വരും.
പിന്നെ ട്യൂബ് കുത്തി കയറ്റാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടാക്കിയിട്ട് ആ മനുഷ്യൻ മരിക്കണ്ടേ. കാരണം ആ മനുഷ്യൻ ഭക്ഷണം വേണ്ട, ആ മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ ഇത് കഴിഞ്ഞുപോയി. ഒരു 100 വയസ്സ് 105 103 വയസ്സായ ഒരാളെ പിന്നെ ICU കൊണ്ടിട്ട് ഭക്ഷണം പൈപ്പ് കൂടി ഇറക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അയാള് സമാധാനത്തോടു കൂടി അയാളെ വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ വെച്ചു കൊടുക്കുക. നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ ഒപ്പിരുന്ന് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി കൊടുത്ത് നേരത്തിന് ഒന്നൊക്കെ ഉണ്ടായി കൊടുത്ത് നിസ്കരിച്ചോളൂ. ചെറിയ സാർത്ത് ഉണ്ടായാൽ മതി, നിസ്കരിക്കാൻ വേണ്ടി പറയാ. അപ്പൊ നിസ്കാരം ആ ആള് മനസ്സിൽ നിസ്കരിച്ചാൽ മതി. ആൾക്ക് നിസ്കാരം ICU ചെന്നെ കിട്ടൂല. പിന്നെ ഖുർആനൊക്കെ ഓതുമ്പോ ആ ആൾക്ക് ഒരു പ്രത്യേക ഒരു കുടുംബങ്ങളെ കാണാൻ, കുറഞ്ഞൊരു നേരെ ഒരു ഇതിലെങ്കിലും കുടുംബങ്ങളെ കാണാന്, പേരക്കുട്ടികൾ, നമ്മൾ സ്നേഹിക്കുന്ന പേരക്കുട്ടികൾ, മക്കള്, ഇവരൊക്കെ എടുത്തിങ്ങനെ കാണുക. ICU ചെന്ന കാണുന്ന ഒരു ഭീകര സ്വപ്നം മനുഷ്യരാണ്. കാരണം മാലാകാന്നൊക്കെ നമ്മള് പറയല്ലേ, മാലാകൊന്നല്ല അവരെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കുന്നുണ്ടെന്നുള്ള ഞാന് ICU ചെന്നപ്പോ എനിക്കറിയില്ല. മനസ്സിലായി. ഇപ്പൊ ഞാനൊരു മൂത്രം ഒഴിക്കാൻ വേണ്ടി നമുക്ക് എണീക്കാൻ കഴിയില്ലല്ലോ, അതിന് അവരെ 3 or 4 പ്രാവശ്യം വിളിച്ചാൽ അവര് നമ്മളെ എത്തിക്ക് വരുന്നുള്ള ആ മൂത്രം എടുക്കാനുള്ളത്. മനസ്സിലായ. പിന്നെ അതാണ് ദേഷ്യത്തോട് അവിടെ വെച്ചു പോവുക. ഇതൊക്കെ വലിയൊരു അനുഭവമാണ്. ഏതായാലും ഒരുപാട് ആളുകൾ ഇത്തരം അനുഭവങ്ങൾ നമ്മളായിട്ട് പങ്കുവെക്കാറുണ്ട്. ഇവിടെ പ്രതിരോധശേഷിക്ക് ഒരു ദോഷവും ചെയ്യാതെ, ശരീരത്തിന് ഒരു ദോഷവും ചെയ്യാതെ, ശരീരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പരിചയപ്പെടുന്നത് അക്യുപഞ്ചർ ചികിത്സയാണ്. ശരീരത്തിന് ഒരു ദോഷവും ചെയ്യാതെ, ഒരു മെഡിസിനും ഒരു കെമിക്കലും യൂസ് ചെയ്യാതെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ശരീരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രോഗങ്ങൾ മാറ്റി മരുന്നില്ലാതെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. ഇവിടെ മലപ്പുറം ജില്ലയില് പുത്തനത്താണി പൂവഞ്ചിന ആശ്വാസ് അക്യുപഞ്ചർ ഹോമിലാണ് നമ്മളുള്ളത്. ഇവിടെയുള്ള ആളുകൾക്ക് ഈ ചികിത്സ ഉപയോഗപ്പെടുത്താം. കേരളത്തിൽ ഉടനീളം എല്ലാ പട്ടണങ്ങളിലും ഈ ചികിത്സ നമുക്ക് ലഭ്യമാണ്. എല്ലാവരും ഉപയോഗപ്പെടുത്തുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും ആരോഗ്യ സൗഖ്യവും മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.